പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുൻപായി യേശുനാഥൻ തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറി തിരുവോസ്തിയിൽ ഇന്നും എന്നും യേശു സജീവനായി വസിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ നാം ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ വരണമെങ്കിൽ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് പാപമോചനം നേടിയതിന് ശേഷമാണ് ഈശോയെ നാം സ്വീകരിക്കേണ്ടത്. എന്നാൽ വിശുദ്ധ കുർബാന നാം പലപ്പോഴും സ്വീകരിക്കുമ്പോൾ യോഗ്യതയോടെ കൂടെ ആണോ എന്ന് നാം ചിന്തിക്കാറില്ല. 1 കൊരിന്ത്യർ 12:27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ് എന്ന്. ഈ തിരുവചനം വളരെയേറെ ഗൗരവത്തോടുകൂടി നാം വീക്ഷിക്കേണ്ടതാണ്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ്. പക്ഷെ പലപ്പോഴും നാം വിശുദ്ധ കുർബാന സ്വീകരണം ഒരു ചടങ്ങായി മാറ്റാറുണ്ട്. നാം സ്വയം ആത്മശോധന ചെയ്യേണ്ട സമയമാണിത്. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? ഹൃദയം നിർമ്മലമാണോ? വിശുദ്ധിയുള്ളതാണോ? നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തകളുമാണോ ഉള്ളത് എന്ന് നാം പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. പലരിലും ധനമോഹവും സ്വാർത്ഥമോഹവും ജഡമോഹങ്ങളും നിറഞ്ഞു നിൽക്കും. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 24:28 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. ശവം എന്നുദ്ദേശിക്കുന്നത് എന്താണ്? അനുതാപമില്ലാതെ നാം നമ്മുടെ ഹൃദയത്തിൽ പാപം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അനുതപിക്കാതെ പാപം നാം ഹൃദയത്തിൽ വച്ചിരിക്കുമ്പോൾ നാം ശവത്തിന് തുല്യരാണ്. ശവത്തിൻ്റെ അടുത്തേക്ക് കഴുകന്മാർ വരുന്നത് പോലെ തിന്മയുടെ ശക്തി, അതായത് പിശാചുക്കൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടുകയും നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. അതിനാൽ നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുകയാണ് നാം ചെയ്യേണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23:28 പറയുന്നു, ബാഹ്യമായി നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് വ്യക്തമാക്കി തരികയാണ് നാം കാപട്യമുള്ളവരും അനീതി പ്രവർത്തിക്കുന്നവരും ആണ് എന്ന്. യൂദാസിൻ്റെ ധനമോഹമാണ് തൻ്റെ ഗുരുവായ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പ്രേരിപ്പിച്ചത്. ദൈവത്തേക്കാൾ ഉപരിയായി അവൻ ധനത്തെ സ്നേഹിച്ചിരുന്നു. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. യോഹന്നാൻ 13:27 യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. യേശു പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് അപ്പക്കഷ്ണം മുക്കി യൂദാസിന് കൊടുത്തു. തിരുവചനം പറയുന്നു, അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. നമ്മുടെ ഹൃദയം ദൈവം കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയം പാപാവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവത്തിന്
നമ്മിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല, ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ഇല്ല. അപ്പോൾ നമ്മളും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവരും വഞ്ചിക്കുന്നവരുമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തെ നാം നിർമ്മലമാക്കി സൂക്ഷിക്കണം. നാം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ ബോധ്യം നമ്മെ ഭരിക്കണം. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നാം ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നിർമ്മലരായി വിശുദ്ധരായി ജീവിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.